ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായ ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗിന് 6 മാസങ്ങൾക്ക് ശേഷം ജാമ്യം. കേസിൽ 6 മാസം ജയിലിലായിരുന്നു സഞ്ജയ് സിംഗ്. ഒടുവിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഡൽഹി മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2023 ഒക്ടോബർ 4-ലാണ് ആം ആദ്മി പാർട്ടിയിലെ കരുത്തനും നെടുന്തൂണുമായ നേതാവ് സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശിൽ BJPയെ വീഴ്ത്തി ആം ആദ്മി പാർട്ടിയെ കൊണ്ടുവരണമെന്ന അജണ്ടയുടെ പ്രധാന സൂത്രധാരനായിരുന്നു സഞ്ജയ് സിംഗ്. സഞ്ജയ് സിംഗിന്റെ അറസ്റ്റിന് പിന്നാലെ ED നടപടികളെ അനുകൂലിച്ചും വിമർശിച്ചും മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു. സഞ്ജയ് സിംഗിനെതിരെ യാതൊരു തെളിവും കണ്ടെത്താൻ EDക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. സുപ്രീം കോടതി ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, ദീപങ്കർ ദത്ത, PB വാരലെ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് വിധി. ഡൽഹി നോർത്ത് അവന്യൂവിലെ ഔദ്യോഗിക വസതിയിൽ വെച്ച് 10 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ED സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള വകുപ്പുകളായിരുന്നു സഞ്ജയ്ക്കെതിരെ ചുമത്തിയത്. ഡൽഹി മദ്യനയത്തിന്റെ പിറകിൽ AAPക്ക് ഫണ്ട് സ്വരൂപിക്കാനായി ഇടനിലക്കാരനായ ദിനേശ് അറോറയുമായി സഞ്ജയ് സിംഗിന് അടുത്ത ബന്ധമുണ്ടെന്ന ഗുരുതര ആരോപണവും ED ഉന്നയിച്ചിരുന്നു. 2 കോടി രൂപ 2 ഘട്ടങ്ങളിലായി സഞ്ജയ് സിംഗിന് ദിനേശ് അറോറ നൽകിയെന്നാണ് ED കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. എന്നാൽ അതിലൊരു തെളിവും ED കണ്ടെത്തിയില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇതേ തിരക്കഥകൾ വീണ്ടും അരങ്ങേറിയതിന്റെ തുടർച്ചയായിരുന്നു നിലവിലെ ഡൽഹി മുഖ്യമന്ത്രിയായി തുടരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. പാർട്ടിയിലെ ശക്തരെ താഴെ തള്ളിയിട്ടാൽ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹി പിടിച്ചെടുക്കാമെന്ന ലക്ഷ്യമാണ് BJPക്കുള്ളതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ കസ്റ്റഡിയിൽ നിന്നുകൊണ്ട് തന്നെ ഉത്തരവുകൾ ഇറക്കി കേജ്രിവാൾ ഭരണം തുടരുകയാണ്. അതിനെയും എതിർത്ത് കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കസ്റ്റഡിയിൽ കഴിയുന്ന കേജ്രിവാൾ ആം ആദ്മി സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അതിഷി മെർലിനയുടെയും സൗരഭ് ഭരദ്വാജിന്റെയും പേരുകൾ പറഞ്ഞു എന്നാണ് ED പറയുന്നത്. മദ്യനയക്കേസിലെ പ്രധാന പ്രതിയായ വിജയ് നായർ അതിഷിയോടും സൗരഭ് ഭരദ്വാജിനോടുമാണ് കൂടുതൽ ആശയവിനിമയം നടത്തിയതെന്ന് കേജ്രിവാൾ പറഞ്ഞു എന്നാണ് EDയുടെ വാദം. തുടർന്ന് അതിഷിയെയും സൗരഭിനെയും ED കസ്റ്റഡിയിലെടുക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നു. പിന്നാലെ 1 മാസത്തിനകം BJPയിലേക്ക് കൂറുമാറിയില്ലെങ്കിൽ ED അറസ്റ്റ് നേരിടേണ്ടി വരുമെന്ന് BJPയുടെ ഭീഷണിയുണ്ടെന്ന് അതിഷി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത സുഹൃത്ത് വഴി BJP ഇത്തരം കടുത്ത സമ്മർദ്ദങ്ങൾ തുടരുകയാണ് എന്നാണ് അതിഷി പ്രതികരിച്ചത്. അതിഷി, സൗരഭ്, ദുർഗേഷ് പട്ടക്, രാഘവ് ചത്ത എന്നിങ്ങനെ AAPയിലെ 4 നേതാക്കളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഭീഷണി. EDയെയും CBIയെയും ആയുധമാക്കി കള്ളക്കേസുകൾ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് BJP സർക്കാർ കളിക്കുന്നത്. പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യമെന്നും സൗരഭ് പ്രതികരിച്ചിരുന്നു. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിലെ കരുത്തരാണ് ആം ആദ്മി പാർട്ടി. പാർട്ടിക്കുള്ളിലെ നേതാക്കളെ ജയിലിലാക്കി ഭാര്യ സുനിതയെ അടുത്ത മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നതെന്നാണ് BJP ആരോപിക്കുന്നത്.